പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കുറച്ച് തെച്ചിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഇത് പൂജയ്ക്ക് എടുക്കണൊക്കെ ഒരു തെച്ചിൻ്റെ ഒരു തൈയാണ് കേട്ടോ. നമ്മളിവിടെ അതിൻ്റെ ഈ തെച്ചി നമ്മൾ ഇത് നമ്മൾ കമ്പ് നടുമ്പോൾ നമ്മൾ അധികം മൂത്ത കമ്പല്ലാതെ തളിര് ആയിട്ടുള്ള ഇങ്ങനത്തെ കമ്പുകളാണ് നമ്മൾ നടേണ്ടത്. അത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല മൂപ്പ് കുറഞ്ഞ തണ്ടുകളാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് പിടിച്ചൊരു തൈയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. ഇത് കണ്ടില്ല, നമ്മൾ ചെറിയ ഒരു ഇത് തൈൻ്റെ പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു 2.5-3 ഇഞ്ച് വലുപ്പമുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മളിത് ഇത് തളിര് ഇല വരുമ്പോൾ തന്നെ ആദ്യമേ പൂവും വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിന്മേ മുട്ടായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 25 ദിവസത്തിൻ്റെ മുന്നേ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമുക്ക് നല്ല ഈ തളിര് കമ്പ് നട്ടാലാണ് ഈ തെച്ചി പിടിക്കുക കേട്ടോ. നമ്മൾ മൂത്ത കമ്പ് നട്ടാൽ അത് പിടിക്കണം എന്നില്ല, അതങ്ങനെ കൊണ്ട് ഉണങ്ങി പോകാറാണ് പതിവ്. നമ്മളെന്തും വേര് പിടിപ്പിക്കാൻ അധികം മൂക്കാത്ത തൈയാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, അത് ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു മഞ്ഞ ഇലയായിട്ടാണ് ഇത് വരിക. ഇതിന്മേ ഡിസൈനൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പുതിയൊരു തൈ നമുക്ക് കിട്ടിയിട്ട് അത് ഇത് പിടിപ്പിച്ചാണ് കേട്ടോ. ചെറിയൊരു കമ്പാണ് കിട്ടിയത്. 2 കഷ്ണാക്കിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ. ഒരു മഞ്ഞയാണ്, കടും പച്ച. ഇതിന്മേൽ ഒരു കുറഞ്ഞൊരു ഷെയ്ഡായിട്ടൊരു വെള്ളം വരുമോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ എടുത്ത കഴിയുമ്പോൾ ഒരു കുറഞ്ഞ ഇടയ്ക്ക് ഓരോരോ കുത്തിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു പുതിയൊരു ചെടിയാണിത് കേട്ടോ. നമ്മൾ ഓരോ ഇതും പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കാണുന്നൊക്കെ ശേഖരിച്ച് ഇപ്പം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങലില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുന്നല്ലാതെ നമ്മൾ റോസ് വാങ്ങിയെന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച. അങ്ങനെ പല ചെടികൾ ഇപ്പോൾ നമ്മളെ ഏകദേശം ചെടികളൊക്കെ നമ്മളെടുത്തുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഇതില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മളതിലേക്ക് ഇടേണ്ട കുറച്ച് ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അതാണിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് കണ്ടില്ല, നമ്മളിതിൽ റോസ് നിറയെ കുത്തിയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ടാവണം എന്ന് കരുതിയിട്ടല്ല, കുറച്ചെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഇതിൽ നിറയെ കുത്തിയിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഒരു 4-5 റോസാണ് കേട്ടോ കിട്ടിയത്. ഒന്നിമ്മ പൂവിട്ടുണ്ടോ. ഈ റോസിൻ്റെ പ്രത്യേകത ഇത് ഇങ്ങനെ തെപ്പ് വരുമ്പോൾ തന്നെ അതിന്മേൽ പൂവുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇത് കാണിക്കാനുണ്ട് കേട്ടോ, ഒരു മത്തന്. ഒരു പ്രത്യേക തരം മത്തനാണ് കേട്ടോ. ഇത് മഞ്ഞ കളറാണിത്. ഇത് മൂത്ത് വലുതായാലും ഒരു പ്രത്യേക ഒരു മഞ്ഞ കളറായിട്ടുള്ള മത്തനാണ് കേട്ടോ. അപ്പോൾ അതിൽ പൂവ് ഇന്ന് വിരിഞ്ഞിപ്പോൾ ഇങ്ങനെ ചുങ്ങി വരുന്നുണ്ട്. ഇത് പരാഗണം നടന്നാൽ പിന്നെ അത് അങ്ങനെയാണ് ചുങ്ങി ഇതാവുക ചെയ്യുക. അപ്പോൾ അതിന്മേ വേറെയും മത്തനുണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് മത്തനുണ്ട്. നമ്മളിവിടെ കമ്പത്തിൻ്റെ ചോളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തൈ ഇതാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ മത്തൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റേ കൊടുക്കണ ഒരു ഇതുണ്ടല്ലോ, അത് ഇതിന്മേൽ ചിറ്റിയിട്ട് അത് പാകം നാശമായിട്ടുണ്ട് കേട്ടോ. നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതാണ് ചുറ്റിയാൽ പിന്നെ വേറെ ഒരു ഇല വരുവോളം അത് അങ്ങനെ ചുരുണ്ട് കൂടും കേട്ടോ. അതിലത് നാശമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു മത്തൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് നല്ലൊരു കായ പിടിക്കണ ഒരു മത്തനാണ് കേട്ടോ. നല്ല അത്യുൽപാദനശേഷിയുള്ളൊരു മത്തനാണ്. പിന്നെ നമ്മളിവിടെ ഇത് കണ്ടില്ലേ, ഇത് വഴുതനങ്ങൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ കായ പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നല്ല വളമോ ഒക്കെ ചെയ്യണം. ഇവിടെ പയറിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ ഏകദേശം പടർന്ന് പന്തലുമ്മൽ എത്തിയിട്ടുണ്ട്. മുളകുണ്ട് ഇവിടെ ഉണ്ടാക്കി, തക്കാളി ഉണ്ട്.
അവിടെയൊക്കെ റോസും ഉണ്ട് കേട്ടോ. റോസൊക്കെ നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്താണ് നമ്മൾ ആവശ്യത്തിന് ചട്ടിക്കാക്കാന്നുള്ളതിൽ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കൂടുതൽ കമ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ റോസ അങ്ങനെ പിന്നെ കുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ ഏലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഏലത്തിൻ്റെ പിന്നെ ഇതൊക്കെ നമ്മൾ വളം ചെയ്ത് ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അവിടെ ഇങ്ങനെ പുതിയത് കമ്പ് ഉണ്ടാവണമുണ്ട് കേട്ടോ. പക്ഷേ പൂവ് ഉള്ള കമ്പൊന്നും അതിന്മേൽ ഉണ്ടാവണില്ല. ഇതിൻ്റെ അടിയിൽ ഇതിന്മേലൊന്നും ഉണ്ടാവണുണ്ട്. പിന്നെ ഒന്നിന്മേൽ ഇങ്ങനെ കമ്പുണ്ടാവും. ഇതിന്മേലാണ് ഇനി പൂവ് ഉണ്ടാവുക കേട്ടോ. ഇതിന്മേൽ നമുക്ക് ഇപ്രാവശ്യം ഒരു 4-5 കുറച്ച് കായ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കുഴിച്ചിട്ട് അതായതുകൊണ്ട് ശരിക്ക് പിടിച്ചിരുന്നില്ല. ഇവിടെ കണ്ടില്ലേ കർമ്മത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പപ്പായ. ഇതിൻ്റെ മുകളിലൊക്കെ നിറയെ ഉണ്ട്. ഇതിനു മുൻപ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിട്ടുണ്ട് 4-5 വർഷമായി. ഇതുവരെ തേങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു തേങ്ങ പിന്നെ ചൊട്ട ഒന്നും വന്നിട്ടൊന്നുമില്ല. പൂക്കളൊന്നും ഇതുവരെ വന്നിട്ടില്ല. 5 വർഷത്തിൽ കൂടുതലായി. വലിയൊരു തെങ്ങാണിത്. ഇത് ഏലം കണ്ടില്ലേ, നമ്മൾ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൂവ് കുറേ ഉണ്ടാവും, അത് അങ്ങോട്ട് ചാടും, പിന്നെ ഉണ്ടാവും, അങ്ങോട്ട് ചാടിപ്പോവും. അങ്ങനെ അതൊരു പതിവായിട്ട് അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ. ഇത് ഇപ്രാവശ്യം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. സൈഡിലൊക്കെ ഇപ്പോൾ പുതിയ ശരങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും കുറച്ച് വളമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്തു, പിന്നെ അടിയിൽ കുറച്ച് ചപ്പൊക്കെ ഇട്ട്, പിന്നെ അതിന് നല്ല പൂതലായതും പിന്നെ ചമ്മലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പൂവിങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അത് പിന്നെ അതങ്ങനെയാണ് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും പിന്നെ ഉണ്ടാവും എന്നുള്ളതൊരു പരീക്ഷണമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കിപ്പോൾ കുറേ ഉണ്ടാവണം എന്നുള്ളതില്ലല്ലോ, നമ്മളവിടെ അത് ഉണ്ടാവുക എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. നല്ല കരുത്തിലിത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വയനാട് പ്രദേശത്തൊക്കെ കാണുന്നത് അതിലേറെ ഉഷാറായിട്ടുണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ നല്ല പച്ച കളറാണ് കേട്ടോ. ഇതിലൊക്കെ നല്ല പച്ച കളറായിട്ട് നല്ല ഉഷാറിലുണ്ടാവുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇത്ര ഉഷാറിലിപ്പോൾ വയനാട് മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും സ്ഥലത്തൊന്നും ഇങ്ങനെ കേടില്ലാത്തതും കളറ് പിന്നെ പച്ച കളറായിട്ടൊന്നും കണ്ടിട്ടില്ല. ഏതായാലും ഇതിന്മേൽ നമുക്ക് സക്സസ് ആയി എന്നാണ് തോന്നുന്നത്. നമ്മളോട് നമ്മളെ ആവശ്യത്തിനൊക്കെ ഉള്ള ഇതിന്മേൽ കിട്ടും എന്നാണ് തോന്നുന്നത്. അതിന് ഇനിയും കുറച്ചുകൂടി മണ്ണ് കൂട്ടി കൊടുക്കണം സൈഡൊക്കെ. ഇതിൻ്റെ വേര് ഒരുപാട് ദൂരത്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ട മാതിരിയല്ല, ഏലത്തിൻ്റെ വേര് അപ്പുറത്ത് ഈ മണ്ണിൻ്റെ മുകളിലൊക്കെ നല്ല ഉണ്ടാവണ വേര് പടർന്ന് പന്തരിക്കണൊരു ഇതാണ് ഇതിൻ്റെ വേര്. ഞാൻ അത്ര പുറത്തേക്ക് പോകുമെന്ന് കരുതിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു മൺകൂനെ കൂട്ടിയിരുന്നു. പിന്നെ ഇപ്പം ഇനി മണ്ണിങ്ങനെ കൂട്ടി കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കയ്പക്ക ഉണ്ട്. കയ്പക്കൊക്കെ ഇപ്പോഴും കായ നിന്നിട്ടില്ല കേട്ടോ. ഒരുപാട് നമ്മൾ ഒരു പറിക്കൽ തുടങ്ങിയിട്ട്. കയ്പക്ക നല്ല രീതിയിലുണ്ടാവണുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ സ്ട്രോബെറി ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി ഇതൊരു ചട്ടിയിലിങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇപ്പം ഇന്നലെ അതൊരു വലിയൊരു ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് പിന്നെ വെച്ചിട്ട്, ഇത് വലിയ ചാക്കാണ് കേട്ടോ. ഒരു 50 കിലോ കൊള്ളുന്ന ചാക്കിൻ്റെ ഒരു പകുതി താഴ്ത്തിയിട്ട് നമ്മൾ അത്ര പിന്നെ ഈ ചമ്മല് പിന്നെ ഈ കാലിവളം അങ്ങനത്തെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ടാണിത് പിന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മളവിടെ നല്ല കായ്ച്ചിരുന്നതാണ് കേട്ടോ. ഇത് ഇപ്രാവശ്യം കായ്ക്കുന്ന് കരുതുന്നത്. പിന്നെ നല്ല വളമൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ചക്കപ്പായത്തിൻ്റെ തൈ ഉണ്ട്, അത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും ചിലപ്പോൾ അത് പിടിച്ചില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അത് കളയാതെ നിന്ന് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇന്നലെയാണ് ഇത് മാറ്റിയത്. 2 ചാക്ക്, അതൊരു ചെറിയ സിമെൻറ്റ് ചാക്കാണ് ഇത്. നമ്മൾ ഈ കാലിത്തീറ്റൊക്കെ കൊണ്ടുവരുന്ന ഒരു ചാക്കിലാണ് ഇത് ഇട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് എപ്പോഴും ഇതിന് ആവശ്യമാണ് കേട്ടോ. ഇത് വല്ലാതെ ചൂട് പിന്നെ ഇല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു നല്ല തണുപ്പ് കൊള്ളുന്ന സ്ഥലത്തേക്ക് അത് മാറ്റിയത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ചെടികളൊക്കെ ഇതാക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഫ്രൂട്ട് തൈയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. റംബുട്ടാനുണ്ട്, പേരക്ക ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ പുളിപ്പേരക്ക, പിന്നെ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്, പിന്നെ ഏലമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഗ്രാമ്പൂവിൻ്റെ തൈയുണ്ട്, അതുപോലെ തന്നെ കറുകപ്പട്ടൻ്റെ അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, കുരുമുളക്,
പിന്നെ ഈ കാന്താരി മുളക്, പിന്നെ വറ്റൽ മുളക്, മുരിങ്ങ, പിന്നെ വാഴ, പിന്നെ തെങ്ങ്, പപ്പായ, അതുപോലെ തന്നെ പിന്നെ മഞ്ഞൾ, ഇഞ്ചി, മഞ്ഞളൊക്കെ നമ്മൾ ഒരുവിധം നമ്മൾ ആവശ്യത്തിന് കറിയിലിടുന്ന പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഏലം ആണ് പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടാത്തൊരു സാധനം. ഏലം, ഗ്രാമ്പു അതൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ ഒരു പ്രാവശ്യത്തിൽ പിന്നെ ഏലം നമുക്ക് വാങ്ങേണ്ടി വരില്ല എന്നിങ്ങനെ തോന്നുന്നു. ഏലമൊക്കെ നല്ല പിന്നെ ഉണ്ടാവുന്നുണ്ട്. ഏലം കാ പിടിച്ചിട്ടില്ല, അതിങ്ങനെ അതിൻ്റെ ചിമ്പുകളൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ തക്കാളി മൂത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത് ഇങ്ങനെ മഞ്ഞ കളറായി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കൊലയിലൊരു 4 എണ്ണം ഉണ്ട്. അതിൻ്റെ ഇത് നല്ല കാപ്പിടുത്തുള്ളൊരു തക്കാളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിത്തെടുത്തേക്കണം എന്ന് കരുതുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഈ മണിത്തക്കാളി ഇതുണ്ടല്ലോ, ഇത് നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കാ പിടിക്കുന്ന ഒരു തക്കാളിയാണ്. ഞാനിങ്ങനെ കരുതുന്നുണ്ട് ഇത് പിന്നെ ഒന്ന് ബെഡ് ചെയ്ത് പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ കരുതുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അത് ബെഡിങ്ങിൽ പിന്നെ ഇത് നല്ല അത്യുൽപാദന ശേഷിയുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകണമില്ല ഈ മണിത്തക്കാളി പറഞ്ഞ സാധനം. നമ്മൾ നല്ല കായ് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് നല്ല കായകളുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ കണ്ടില്ല കയ്പ്പക്ക അവിടെ ഒക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലേക്കൊക്കെ നല്ല കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ആവശ്യത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട്. നമ്മൾ കൂടുതൽ ആവശ്യത്തിന് കൂടുതൽ ഉണ്ടായി നമുക്ക് അടുത്ത നമ്മളൊക്കെ കുടുംബത്തിൽ വീട്ടിലേക്ക് കൊടുക്കലാണ് കേട്ടോ. പിന്നെ അവിടെ കാശിത്തുമ്പ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാശിത്തുമ്പയും ബോൾസും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വെർട്ടിക്കൽ ഗാർഡൻ ചെടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അരേലിയ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചുവപ്പ് കളറുള്ള ഇത്, പിന്നെ ഒരു തരം പുല്ല് ഇതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നനച്ച് കൊടുക്കണം. ഒരു ദിവസം നനക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണങ്ങി പോകട്ടോ. ഇത് ഇവിടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. എന്നാൽ തൈ നല്ല ഉഷാറായിട്ട് തൈ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറിച്ച് ഇതിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുണ്ടാവും. നമുക്കിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് പിന്നെ വേറെ തൈകളാക്കി എടുക്കാം. ഇവിടെ അധികം അരേലിയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. വേറെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഈ നമ്മൾ ഈ ഒരു പൊന്നാങ്കണ്ണി ചീരൻ്റെ ഒരു വകഭേദമാണത്. അതും പിന്നെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് തെച്ചി ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കുന്നതാണ്. ഇതിങ്ങനെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ നമുക്കിത് കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണിത് പിന്നെ നമുക്ക് തരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് എപ്പോഴും പൂവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇതിൻ്റെ ചുറ്റോറും കാണിച്ചാൽ ഈ ഭാഗത്താണ് നമുക്ക് ഷോ ഇല്ലാത്ത ഭാഗത്താണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല പൂക്കളായിട്ട് ഉണ്ട്. നല്ല മഞ്ഞ കളറാണ്, നിറയെ പൂക്കളാണ് ഇത്. നമുക്കത് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്താണിത് പിന്നെ പൂക്കൾ വരുന്നത്. കണ്ടില്ലേ, ഇത് നല്ലൊരു തെച്ചി മാത്രമല്ല, ഇതിൻ്റെ അടുത്തുള്ള ഇതൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നമുക്കിങ്ങനെ ഇത് നിറയെ പൂക്കളിങ്ങനെ വരുന്നുണ്ട്. കണ്ടില്ലേ, നിറയെ പൂക്കളാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് കളറുണ്ട് കേട്ടോ. റെഡല്ല, റോസ്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ചെടി ഇത് കണ്ടില്ലേ, നമ്മളൊരു ആസ്പെറ്റോസിൻ്റെ പൈപ്പിന്മേലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഈ റിങ്ങിൽ നമ്മൾ ചെയ്തതാണ് ഈ പിന്നെ ആലുമരം കേട്ടോ. ആലുമരം നല്ല നല്ല കളറാണ് ഇതിൻ്റെ ഇല കേട്ടോ.
നല്ല കടും പച്ച കളറായിട്ട് വരുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തൊരു റൗണ്ട് ഷേപ്പിൽ നിർത്തണം. ഇത് ഈ തൂണുമ്മൽ ഇത് ഒക്കെ നമ്മൾ സിമെൻറ്റ് പൈപ്പാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ നല്ല ഇത് തയ്യം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുമേൽ പിന്നെ ഇതുണ്ട്, ഇതൊരു തെച്ചിയാണ് കേട്ടോ. ഇത് തെച്ചി നല്ല പിന്നെ റെഡ് കളറായിട്ട് ഇത് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പിന്നെ നിറയെ പൂക്കളാണ് ഇതിന്മേൽ. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്യാമറയുടെ ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല. നല്ല കളറായിട്ടാണ് ഇതിന്മേൽ. പിന്നെ ഇതൊരു ബൊക്കെ മോഡലാണ് കേട്ടോ ഇത് കാണുന്നത്. ഇത് ഞാനിങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് വെറും പൂ മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിയ ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല. ഈ തെച്ചിനെ പറ്റി ഞാൻ ഇപ്പോൾ നല്ല സൂം ചെയ്ത് കാണിച്ചു തന്നല്ലോ. ഇതിന്മേൽ നിറയെ ഇങ്ങനെ പൂക്കളാണ് കേട്ടോ. ഇത് ഇങ്ങനെ മൊട്ട് വരുന്നുണ്ട്, പൂക്കൾ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ നിറയെ പൂക്കളാണ്. ഇത് നമ്മൾ ആ പൂക്കൾ കണ്ട് തീരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നീ കൂടുതൽ പിന്നെ നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.